ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി. മറിയം മംഗളവാർത്ത ലഭിച്ച ഉടനെ നേരെ എലിസബത്തിന്റെ വീട്ടിലേക്ക് ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എലിസബത്തിന്റെ വീട്ടിലേക്ക് ഓടി അവളെ അഭിവാദനം ചെയ്തപ്പോൾ അവളുടെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, മറിയത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത അല്ലെ. മംഗളവാർത്ത ലഭിച്ച ഉടനെ ശുശ്രൂഷിക്കാനായിട്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് അവൾ ഓടുകയാണ്. അവളുടെ ഭവനത്തിൽ വന്ന് അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട് മറിയം തയ്യാറായി. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നത് അല്ലെ. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ്, അവരന്റെ ജീവിതത്തില് ഒരു നന്മ ചെയ്യാനായിട്ടോ അവരനെ സഹായിക്കാനായിട്ടോ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല. നമുക്ക് അവസരങ്ങൾ ഉണ്ടേ പോലും നമ്മളത് മാറ്റിവെക്കുക. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്റെ ജീവിതത്തെ കുറിച്ചാണ്. എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മറിയത്തെ പോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. രണ്ടാമത് എന്താണ്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എന്ത് പറ്റി? എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മളുമൊക്കെ ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചവരാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആത്മാവിനെ പ്രദാനം ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു? നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം. ചിലപ്പോഴൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷത്തെക്കാൾ ഉപരി വേദന നൽകുക, ഉള്ളവരുടെ സന്തോഷമൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പരിശുദ്ധി അമ്മ കടന്നു വന്നപ്പോൾ എലിസബത്തിന്റെ കുടുംബത്തില് സന്തോഷം നഷ്ടപ്പെടുകയല്ലേ ചെയ്ത്, മറിച്ച് ദൈവസ്തുതികളാൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. അവരുടെ സന്തോഷം ഇരട്ടിയാവുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുവാനായിട്ട് എനിക്ക് സഹനം. എൻ്റെ ഉള്ളില് ആത്മാവുണ്ട്. ആ ആത്മാവിനെ പരിപോഷിപ്പിച്ചാല് എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുന്നതാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും പരിശുദ്ധ കന്യാമറിയത്തെ പോലെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടും നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുന്ന വിധം ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.